Good morning, my dear children. Welcome to 6th Standard English class. Today, we are going to learn a short poem, If I Can Stop One Heart from Breaking by Emily Dickinson. This is the picture of Emily Dickinson. Emily Dickinson was an American poet. She was regarded as one of the most important figures in American poetry. She had written many beautiful poems. Most of her poems deals with the themes of death and immortality. ഇത് എമിലി ഡിക്കിൻസൺ ആണ്. എമിലി ഡിക്കിൻസൺ ഒരു അമേരിക്കൻ പോയറ്റാണ്. എമിലി ഡിക്കിൻസൻ്റെ പോയത്തിലെ മെയിൻ തീംസ് ഡെത്ത് ഇമ്മോർട്ടാലിറ്റിയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ പോം. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 155. ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ്. Helping others makes our life fruitful and beautiful. This is the main idea of the poem. Helping others make our life fruitful and beautiful. ഇതാണ് നമ്മുടെ ഈ പോയത്തിൻ്റെ മെയിൻ ഐഡിയ, മെയിൻ ആശയം. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ ജീവിതവും എന്തായിരിക്കും? മനോഹരമാക്കി തീരും. Look at the picture. What is the girl doing? What is the girl doing? She is helping the small bird. ആ സ്മോൾ ബേർഡിനെ സഹായിക്കുകയാണല്ലേ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് റീഡ് ദ പോം ഫസ്റ്റ്. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. If I can stop one heart from breaking, I shall not live in vain. If I can ease one life that's aching, or cool one pain, or help one fainting robin unto his nest again, I shall not live in vain. It's a very small poem. It consists of 7 lines, only 7 lines. Okay, now let's go to the explanation. First line, if I can stop one heart from breaking, I shall not live in vain. Vain. What is the meaning of the word vain? Vain എന്ന് പറഞ്ഞാൽ നിഷ്ഫലമാകുക, ഫലമില്ലാതാവുക. If I can stop one heart from breaking. If I can stop one heart from breaking. Breaking എന്ന് പറഞ്ഞാൽ പൊട്ടുക. ഒരാളുടെ ഹൃദയം പൊട്ടുന്നത് എനിക്ക് തടയാൻ സാധിച്ചാൽ I shall not live in vain. എൻ്റെ ജീവിതം നിഷ്ഫലമാകില്ല എന്നാണ് പറയുന്നത്. If I can stop one heart from breaking, I shall not live in vain. If I can help some person, my life will be meaningful. എനിക്ക് ഒരാളെ സഹായിക്കാൻ സാധിച്ചാൽ എൻ്റെ ലൈഫ് എന്തായിരിക്കും? മീനിങ് ആയിരിക്കും, അർത്ഥപൂർണമായിരിക്കും. If I can stop one heart from breaking, I shall not live in vain. If I can help some person. എങ്ങനത്തെ പേഴ്സൺ? എങ്ങനത്തെ ആൾക്കാരായിരിക്കണം? ബ്രേക്കൊക്കെ ആവുക, ഹാർട്ട് ബ്രേക്ക് ആവുക എന്ന് പറഞ്ഞാൽ വിഷമാവുക, സങ്കടമാവുക, അങ്ങനത്തെ ആൾക്കാരേനൊക്കെ എനിക്ക് സഹായിക്കാൻ സാധിച്ചാൽ മൈ ലൈഫ് വിൽ ബി മീനിങ് ഫുൾ. എൻ്റെ ജീവിതം അർത്ഥപൂർണമായിരിക്കും. ഇഫ് ഐ ക്യാൻ ഈസ് വൺ ലൈഫ് ദാറ്റ് ഈസ് ഏക്കിംഗ് ഓർ കൂൾ വൺ പെയിൻ. ഇഫ് ഐ ക്യാൻ ഈസ് വൺ ലൈഫ് ദാറ്റ് ഈസ് ഏക്കിംഗ്. വേദനിക്കുന്ന ഒരാൾക്ക് എനിക്ക് ഈസ് എന്ന് പറഞ്ഞ ഒരു ആശ്വാസം നൽകാനോ, കൂൾ വൺ പെയിൻ. കൂൾ വൺ പെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കംഫർട്ട്, സഫറിങ് ആയിട്ടുള്ള വേദന കൊണ്ട് പൊളയുന്ന ഒരാൾക്ക് ഒരു കംഫർട്ട്, ഒരു ആശ്വാസം നൽകാൻ സാധിച്ചാലോ, അങ്ങനെയൊക്കെ ചെയ്താലോ. ഓർ ഹെൽപ്പ് വൺ ഫെയിൻറ്റിംഗ് റോബിൻ അൺടു ഹിസ് നെസ്റ്റ് അഗെയിൻ. ഫെയിൻറ്റിംഗ് റോബിൻ. ഫെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ തളർന്ന, അൺകോൺഷ്യസ് ആയ, ബോധമില്ലാതെ നിന്ന റോബിൻ ബേർഡ്, എ സ്മോൾ ബേർഡ്. അൺടു ഹിസ് നെസ്റ്റ് അഗെയിൻ. ടു ഹിസ് നെസ്റ്റ് അഗെയിൻ. അതിന് വീണ്ടും അതിൻ്റെ കൂട്ടിലേക്ക് എത്താൻ സഹായിക്കുകയൊക്കെ ചെയ്താലോ ഐ ഷാൾ നോട്ട് ലിവ് ഇൻ വെയിൻ. എൻ്റെ ജീവിതം എന്താവില്ല? വെറുതെ ആകില്ല. ഞാൻ മറ്റുള്ളവർക്ക് സഹായിച്ചാൽ. എങ്ങനെ സഹായിച്ചാൽ? സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ്. ഒരു ഹൃദയം പൊട്ടുന്ന, വേദന കൊണ്ട്, വിഷമം മൂലം പൊട്ടുന്ന ഒരാളെ സഹായിക്കുകയോ, ഐ ക്യാൻ ഈസ് വൺ ലൈഫ് ദാറ്റ് ഏക്കിംഗ്. വേദനിക്കുന്ന ഒരാൾക്ക് ആശ്വാസം നൽകുകയോ, കൂൾ വൺ പെയിൻ. വേദനിക്കുന്ന ഒരാൾക്ക് കൂൾ, കംഫർട്ട്, ആശ്വാസം നൽകാനോ. ടു ഹെൽപ്പ് എ ഫെയിൻറ്റിംഗ് റോബിൻ. ഒരു ഫെയിൻറ്റിംഗ് റോബിന്, ഒരു തളർന്ന റോബിന്
ടു ഹിസ് നെസ്റ്റ് അഗെയിൻ, അതിൻ്റെ കൂട്ടിലേക്ക് വീണ്ടും എത്തിക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്താലോ എൻ്റെ ജീവിതം എന്താകും? മൈ ലൈഫ് ഈസ് മീനിങ് ഫുൾ. എൻ്റെ ജീവിതം മീനിങ് ഫുള്ളാവും, ഒരർത്ഥപൂർണ്ണമാകും എന്നാണ് പറയുന്നത്. മൈ ലൈഫ് വിൽ ബി സക്സസ്ഫുൾ വെൻ ഐ ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. എൻ്റെ ജീവിതം സക്സസ്ഫുൾ ആയിരിക്കും വെൻ ഐ ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിച്ചാൽ, എനിക്ക് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് മാത്രമേ എൻ്റെ ജീവിതത്തിന് അർത്ഥപൂർണ്ണം ആവുകയുള്ളൂ എന്നാണ് പോയറ്റ് ഈ സ്മോൾ പോയത്തിലൂടെ പറയുന്നത്. All of you read this small poem silently and copy this poem in your notebook. സൈലൻ്റ് ആയിട്ട് വായിച്ചിട്ട് ഈ പോം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ. All of you take page number 156. Find out the answers of these questions. First question, according to the poet, what is the real way of making one's life meaningful? What is the real way of making one's life meaningful? Answer, one's life becomes meaningful if you can prevent someone from having his heart broken or stop a person from experiencing any kind of suffering. ടീച്ചർ ആൻസർ സെൻഡ് ചെയ്യാം, അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. One's life become meaningful if you can prevent someone from having his or her heart broken or stop a person from experiencing any kind of suffering. എങ്ങനെയാണ് മീനിങ് ആക്കി മാറ്റുക? ഒരാളുടെ ഹൃദയം പൊട്ടുന്നത് തടഞ്ഞു നിർത്തുകയോ അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തുകയോ ചെയ്തിട്ടാണ് ഒരാളുടെ ജീവിതം, നമ്മളുടെ ജീവിതം മീനിങ് ആവുകയുള്ളൂ. Second question, why does the poet repeat the line, I shall not live in vain in this poem? Why does the poet repeat the line, I shall not live in vain in this poem? Answer, the poet emphasizes or clarifies her argument that one's life becomes worthier if one is concerned about others. The poet emphasizes or clarifies her argument that one's life becomes worthier if one is concerned about others. ഒരാളുടെ ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത് മറ്റുള്ളവരെ പറ്റി ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരും കൂടിയും പരിഗണന കൊടുക്കുമ്പോൾ മാത്രമേ നമ്മളുടെ ജീവിതത്തിന് അർത്ഥപൂർണ്ണമാവുകയുള്ളൂ. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ഹെൽപ്പിംഗ് എ ബേർഡ് ഈസ് ആൻ ആക്ട് ഓഫ് കൈൻഡ്നെസ്. Pick out from the poem the line which bears the same meaning. Helping a bird is an act of kindness. Pick out from the poem the line which bears the same meaning. ഒരു ബേർഡിനെ സഹായിക്കുന്നത് ഒരു കാരുണ്യ പ്രവൃത്തിയാണെന്ന് സൂചിപ്പിക്കുന്ന ലൈൻ ഏതാണ്? ഹെൽപ്പ് വൺ ഫെയിൻറ്റിംഗ് റോബിൻ unto his nest again. Help one fainting robin unto his nest again. Next question, pick out the words used in the poem that show physical suffering or discomfort. Pick out the words used in the poem that show physical suffering or discomfort. Physical suffering കാണിക്കുന്ന വേർഡ്സുകൾ ഏതൊക്കെയാണ്? Aching, pain and fainting. Aching, pain and fainting. Fifth one, the title of the poem, If I Can Stop One Heart from Breaking, tells us about the importance of helping others. How do you feel when you help others? Fifth question, the title of the poem, If I Can Stop One Heart from Breaking, tells us about the importance of helping others. How do you feel when you help others? നമ്മൾക്ക് എന്താണ് തോന്നുക മറ്റുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ? എന്താ തോന്നാറ്? ഹാപ്പിനെസ് ഓർ സാറ്റിസ്ഫാക്ഷൻ. ഇതിലേതെങ്കിലും ഒന്ന് തോന്നൂല്ലേ? സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തിയോ തോന്നാറുണ്ട്. സിക്സ്ത് വൺ, ചൂസ് എ സ്യൂട്ടബിൾ തീം ഫോർ ദ പോം ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ. Choose a suitable theme for the poem from the box given below. In the box, freedom, honesty, kindness, unity, happiness. Which is the correct answer? Kindness.
Kindness is the correct answer. Okay. All of you take page number 157. Activity 1. Choose the best alternative. First question. What does the poet mean by stop one heart from breaking? Option A. Help the person suffering from heart disease. B. Save a person from dying. C. Comfort a person when one is sad. Or question. What does the poet mean by stop one heart from breaking? എന്താണ് പോയറ്റ് സ്റ്റോപ്പ് ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്? എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കംഫർട്ട് എ പേഴ്സൺ വെൻ വൺ ഈസ് സാഡ്. Second question. I shall not live in vain. Which among the following suits the meaning of this line? My life will be useless. My life will be meaningful. My life will be dreadful. Question. I shall not live in vain. Which among the following suits the meaning of this line? I shall not live in vain. ഇതിൻ്റെ മീനിങ് എന്താണ്? ഏതാണ് ഇതിന് യോജിച്ചതെന്ന്? Option B is the correct answer. My life will be meaningful. Third one. The poet does not want to. Option A. Stop the heart from breaking. B. Ease the life from aching. C. Heart the one who is happy. The poet does not want to. Which is the correct answer? Option C. Heart the one who is happy. Okay. Activity 2. You may also want to do the following things like the poet. Prioritize them according to your preference. Stop one heart from breaking. Ease one's life that is aching. Soothe a pain in someone's life. Help the robin from fainting. You may also want to do the following things like the poet. പോയറ്റിനെ പോലെ നിങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരിക്കും. Prioritize them according to your preference. അതിനെ ഓർഡർ അനുസരിച്ച്, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച്, നിങ്ങളുടെ മുൻഗണനാക്രമത്തിൽ നിങ്ങൾ ഏതാണ് ആദ്യം ചെയ്യുക എന്നുള്ളത് ഓർഡറാക്കി എഴുതാം. അപ്പോൾ ഇവിടെ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ 4 കാര്യങ്ങളും നിങ്ങളുടെ മുൻഗണനാക്രമത്തിൽ നിങ്ങൾ ഏതാണ് ആദ്യം ചെയ്യുക വെച്ചാൽ അതിനെ ഓർഡറാക്കിയിട്ട് ആ ലൈൻസിൽ എഴുതാം. ഓക്കെ. All of you do this activity individually. Activity 3. Read the following dialogues. I like giving food to a hungry man. I am ready to clean the road. I like feeding birds. What are some other ways in which you can help others? List them out in the given space. ഇവിടെ ആ കുട്ടികൾ അവരെങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവരുടെ ഡയലോഗ്സ് ആയിട്ട് അവരെങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്നു. ഐ ലൈക്ക് ഗിവിങ് ഫുഡ് ടു എ ഹംഗ്രി മാൻ. ഐ ആം റെഡി ടു ക്ലീൻ ദ റോഡ്. ഐ ലൈക്ക് ഫീഡിങ് ബേർഡ്സ്. ഇനി വാട്ട് ആർ സം അതർ വേസ് ഇൻ വിച്ച് യു ക്യാൻ ഹെൽപ്പ് അതേഴ്സ്? നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാമെന്നുള്ളത് അതവിടെ ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. I like helping my mother in kitchen. I like helping my mother in kitchen. ഇനി everybody write what are the other ways in which you can help others. ഇനി ബാക്കി ഏതൊക്കെ വഴിയിലാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് അവിടെ എഴുതുക. ഓക്കെ. All of you write individually in your textbook. അപ്പം നമ്മുടെ ഈ ആക്ടിവിറ്റി കഴിഞ്ഞു. ഈ 5th യൂണിറ്റും കംപ്ലീറ്റ് ആയി. നമ്മുടെ ഈ ബുക്ക് ഫുള്ള് നമ്മുടെ എല്ലാ പോർഷൻസും 5 യൂണിറ്റ്സും കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി ടീച്ചർ വാട്സപ്പിൽ കൂടെ വോയിസ് മെസ്സേജായിട്ട് അറിയിക്കാം നിങ്ങളതിനെ. അപ്പോൾ ഓൾ ഓഫ് യു ഡു ദ ആക്ടിവിറ്റീസ് ഇൻഡിവിജ്വലി. ഓക്കെ. ഓൾ ഓഫ് യു study the glossary also. Okay, thank you.